പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് മുന്നോടിയായി UDF ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം നയിക്കുന്ന പുതുയുഗ സന്ദേശയാത്ര മണികണ്ഠൻ ചാലിൽ നിന്നും ആരംഭിച്ചു. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം നിർവഹിച്ചു. കർഷകരെ സംരക്ഷിക്കുകയും പുതിയ തലമുറയെ കാർഷിക മേഖലയിലേക്ക് എത്തിക്കുകയും ചെയ്ത് കേരളത്തിന്റെ കാർഷിക മേഖലയെ കൂടുതൽ ശക്തമാക്കണമെന്നും രാജ്യത്തിന് അഭിമാനമാകുന്ന രീതിയിൽ കാർഷിക രംഗത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അനിവാര്യമാണ് എന്നതാണ് UDFന്റെ നിലപാടെന്നും എന്റനാട് ചെയർമാൻ ഷിബു തെക്കുംപുറം നയിക്കുന്ന പുതുയുഗ സന്ദേശയാത്ര ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. ഈ നാട്ടിൽ ഒരു പുതുയുഗം ഉണ്ടാകണമെന്ന് പറയുന്നത് ഇന്ന് ഈ കാണുന്നത് പോലെ അധികാര കസേര ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി മതേതരത്വത്തിന് വിഘാതമായ തരത്തിൽ നടത്തുന്ന വിധ്വംസക പ്രവർത്തനത്തിനെതിരാണ്. ഈ കാലം അത്രയും നമ്മുടെ നാട് ആർജിച്ച വലിയതായ മൂല്യങ്ങളെയും നേട്ടങ്ങളെയും ചേർത്തു നിർത്തുന്നതിന് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ നാടിന്റെ വികസന സ്വപ്നങ്ങളെ കാലഘട്ടത്തിനനുസരിക്കുന്ന വിധത്തിൽ ഏറ്റവും മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുവാനും ഈ നാട്ടിലെ സകലമാന ജനവിഭാഗങ്ങൾ, ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ, കർഷകർ, തൊഴിലാളികൾ, ഇടതുപക്ഷം മറന്നുപോയ ഒരുപിടി കാര്യങ്ങളുണ്ട്, യാഥാർത്ഥ്യങ്ങളുണ്ട്, അതിലുള്ള വിഷയങ്ങളുണ്ട്. കുട്ടമ്പുഴ, കീരമ്പാറ, കവളങ്ങാട് പഞ്ചായത്തുകളിൽ പര്യടനം നടത്തിയ സന്ദേശയാത്ര വൈകിട്ട് പല്ലാരിമംഗലം പഞ്ചായത്തിലെ അടിവാട് നടന്ന സമാപന സമ്മേളനത്തോടെ സമാപിച്ചു. സമാപന സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഉദ്ഘാടനം ചെയ്തു. MS എൽദോസ്, PK മൊയ്തു, ഇബ്രാഹിം കവല, EM മൈക്കിൾ, ഷമീർ പനക്കൽ, KP ബാബു, അബു മൊയ്തീൻ, AC രാജശേഖരൻ, AT പൗലോസ് തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ പങ്കെടുത്തു. 16-ാം തീയതി വാരപ്പട്ടി പഞ്ചായത്തിലെ പിടവൂരിൽ നിന്നും രാവിലെ 8-ന് ആരംഭിക്കുന്ന സന്ദേശയാത്ര മുനിസിപ്പാലിറ്റിയിലും നെല്ലിക്കുഴി പഞ്ചായത്തിലും പര്യടനം നടത്തി വൈകിട്ട് 6-ന് കോട്ടപ്പടി പഞ്ചായത്തിലെ ചേറങ്ങനാലിൽ സമാപിക്കും. 17-ാം തീയതി രാവിലെ 8:30-ന് മുനിസിപ്പാലിറ്റിയിലെ കുത്തുകുഴിയിൽ നിന്നും ആരംഭിച്ച് പിണ്ടിമന, കീരമ്പാറ പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി വൈകിട്ട് 6-ന് വടാട്ടുപാറയിൽ സമാപിക്കും. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.